കൊറോണ വരാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം ആഗ്രഹിച്ച മറ്റാരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ചെറിയൊരു സ്റ്റോറി ആയാലോ. കൊറോണ കത്തി നിൽക്കുന്ന ഒരു ടൈം, പുറത്തൊന്നും പോകാത്തതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് വഴി അല്ലാണ്ട് കൊറോണ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കൊറോണയുടെ ആ ഒരു പീക്ക് ടൈമിൽ ഹസ്ബൻഡിന്റെ ഓഫീസിൽ മൊത്തം കൊറോണ പടർന്നു പിടിച്ച് ഓഫീസൊക്കെ ക്ലോസ് ചെയ്ത്. ഹസ്ബൻഡിനോട് നേരിട്ട് ഇന്ററാക്ഷൻ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാനും ഹസ്ബൻഡും ഒരുമിച്ച് ഒരു റൂമിൽ ക്വാറന്റൈനിൽ ഇരിക്കുകയും ചെയ്ത്. ഒരാഴ്ചയൊക്കെ റൂമിൽ അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ ഇനിയിപ്പോൾ എത്ര കാലത്തേക്ക് അങ്ങനെ ഇരിക്കാന്ന് കരുതിയിട്ട് നമ്മൾ ഏതായാലും ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കൊറോണ ടെസ്റ്റ് ഒക്കെ ചെയ്ത് വീട്ടിലെത്തി. അതിന്റെ ശേഷം ഒരു 2 days കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നത്. ഫസ്റ്റ് എൻ്റെ റിസൾട്ടായിരുന്നു വന്നിരുന്നത്. എനിക്ക് എന്തായാലും പോസിറ്റീവായി. ടെൻഷന്റെ ചെറിയൊരിത് വന്നെങ്കിലും ഞാനത് പുറത്ത് കാണിക്കാണ്ട് ഭയങ്കര കൂളായിട്ട് ഇരുന്ന് ഹെൽത്തിൽ നിന്നൊക്കെ കോൺടാക്ട് ചെയ്ത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മാറണം, വീട്ടിൽ നിന്ന് മാറണം, അവരെന്നെ ആംബുലൻസ് അയക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കോളൊക്കെ വന്നു. അപ്പോൾ ഓക്കെ, ഹസ്ബൻഡിന്റെ റിസൾട്ട് കൂടി വരാനുണ്ടല്ലോ, അതും കൂടി വന്നിട്ട് ഒരു നെക്സ്റ്റ് ഡിസിഷൻ എടുക്കാന്നുള്ള രീതിയിൽ നമ്മൾ അതും കൂടി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ആളെ റിസൾട്ടും കൂടി വന്ന്. സത്യം പറഞ്ഞാൽ രണ്ടാൾക്കും കൂടി പോസിറ്റീവ് ആയിരുന്നെങ്കിൽ രണ്ടാൾക്കും കൂടി ഒരുമിച്ച് പോവാലോ, ആ ഒരു ഇതിലായിരുന്നു രണ്ടാളും ഇരുന്നിരുന്നത്. കാരണം ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും സങ്കടവും എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ റിസൾട്ട് ഹസ്ബൻഡിന് നെഗറ്റീവ്. അതുവരെ പിടിച്ചു നിന്നിരുന്ന എന്റെ സകല കൺട്രോളും പോയി. പിന്നെ അങ്ങോട്ട് ടെൻഷനായി, പേടിയായി, ആരും കാണാണ്ട് ബാത്റൂമിൽ ഇരുന്ന് കരച്ചിൽ തുടങ്ങി. അന്ന് തന്നെ ക്വാറന്റൈനിലേക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറേണ്ടി വന്നു. അങ്ങനെ ഹെൽത്തിൽ നിന്ന് വിളിച്ച് അവർക്കെന്തോ ആംബുലൻസ് അയക്കാനില്ല, നിങ്ങൾ എന്നെ എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കി കൊടുക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കി തരുമോ എന്നുള്ള രീതിയിൽ അവരെന്നെ കോണ്ടാക്ട് ചെയ്ത്. അപ്പോൾ ഓക്കെ, ഒന്നും കൂടി ഒരു ആശ്വാസം കിട്ടി. അതുവരെയെങ്കിലും കൂടെ ഉണ്ടാവില്ലോ എന്നുള്ളൊരു ആശ്വാസം കിട്ടി. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇവിടെ അടുത്തുള്ളൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അവിടെ പോയി. പക്ഷെ ഇതുവരെ സംഭവിച്ചത് ഒന്നുമില്ലായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടെലിപ്പതിയിൽ വിശ്വാസം ഉണ്ടോ? ടെലിപ്പതി എന്താണെന്ന് അറിയുമോ? അങ്ങനെ ഒരു ടെലിപ്പതി എന്നുള്ളൊരു സംഭവം ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തൊരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്നത്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ പിന്നീട് അങ്ങോട്ട് എന്താ സംഭവിച്ചതെന്നുള്ളത്? ഈ ഒരു സ്റ്റോറിയുടെ ബാക്കി ഞാൻ എന്തായാലും നെക്സ്റ്റ് പാർട്ടായിട്ടിടാം. ഓക്കെ, ബൈ.